രണ്ടാമത് ഇതിലേക്ക് എത്തിപ്പെടാൻ ഏത് ഘട്ടത്തിലാണ് ആൻറ്റിക്കിലേക്ക് വരാനൊരു താല്പര്യം തോന്നിയത്, നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഏത് കാലത്ത്? ഞാൻ ജനിച്ചത് തന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു പഴയ വെട്ടുകെട്ടിലായിരുന്നു എൻ്റെ ജനനം ഉണ്ടായിരുന്നു. ഒരു 6 വയസ്സ് വരെ അവിടെ താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എൻ്റെ മദറും എൻ്റെ സിസ്റ്ററെല്ലാം കൂടിയിട്ട് അവിടെ 5 ഫാമിലി അന്നുണ്ടായിരുന്നു ഈ നമ്മുടെ തറവാട്ടിൽ. തറവാടെന്ന് പറയുമ്പോൾ ഈ 8 കെട്ട് എന്ന് പറയുമ്പോൾ താഴെ 9 ബെഡ്റൂം, മേലെ 18 ബെഡ്റൂം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ പണ്ട് കാലത്ത് നമ്മളെല്ലാം ഫോർ ഫാദേഴ്സ് എല്ലാം പണ്ട് കൊളംബ്, ഏതൻ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലായിരുന്നു. ഇന്നത്തെ മാതിരി ദുബായ് ഗൾഫ് കൺട്രീസൊന്നും ഉണ്ടായിരുന്നു. അപ്പം തറവാട്ടിൽ പല ഫർണിച്ചേഴ്സ് എല്ലാം കൊണ്ടുവരുന്നു. കൊളംബിലെല്ലാം ഉള്ള ഇതിൽ വെച്ചിരിക്കുന്ന ഒരുപാട് ക്രോക്കറീസ് അന്ന് നമ്മളെ ഫോർ ഫാദേഴ്സ് കൊണ്ടുവന്ന ക്രോക്കറീസാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അപ്പം 2015 ഞാൻ ദുബായിൽ നിന്ന് മാറി ഇവിടെ വീട് വെച്ചപ്പോൾ ഈ ഒരു സ്പേസ് ഇത് വൈഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഫാദറിൻ്റെ പ്രോപ്പർട്ടി. അപ്പം നിങ്ങൾ ചോദിച്ചല്ലോ ഈ ഗുലാം എന്നുള്ള പേര് എങ്ങനെ വന്നു? അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ നോർത്ത് ഇന്ത്യൻസും പല ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട ബിസിനസ് കമ്മ്യൂണിറ്റിയൊക്കെ വരാറ്. അപ്പോൾ അവരാണ് ഇതിനെ വെയർ ഹൗസിനെ അവർ വിളിക്കുന്ന പേരാണ് ഗുലാം. ഓക്കെ, അവർ ഡൗൺ സ്റ്റെയറിൽ സാധനം സ്റ്റോറും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും, മേലെ അവർ താമസിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ച മുതലേ കേൾക്കുന്നുണ്ട് ഇവർക്ക് ഗുജറാത്തി സ്ട്രീറ്റിലൊരു ഗുലാമുണ്ട്. അപ്പോൾ ആ പേരിനെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു പേര് ഇടാനുള്ള മെയിൻ കാരണം. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ കാലത്ത് പുതിയ തലമുറ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? പുതിയ തലമുറ വളരെയധികം വന്നിട്ട് നമ്മളിവിടെ, അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ച സാധനങ്ങളൊന്നും അവരിപ്പം ഉപയോഗിക്കുന്നില്ല. എൻ്റെ 6 വയസ്സിൽ കാണുന്ന സാധനങ്ങളൊന്നുമല്ല ഇന്നിപ്പോൾ എല്ലാ ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സാണ്. ഒന്നുമില്ല, അന്ന് എവ്രിതിങ് വളരെ മാനുവലായിട്ടായിരുന്നു. ഭക്ഷണം പാകം ചെയ്ത് അത് പാകം ചെയ്യുന്ന പാത്രങ്ങൾ, പിന്നെ കുളിമുറി ഉണ്ടാവില്ല, ടോയ്ലറ്റ് ഉണ്ടാവില്ല, വീട്ടിൻ്റെ ഉള്ളിൽ കുളിമുറി ഉണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവില്ല, അത് വീട്ടിൻ്റെ പുറത്തായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അന്ന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കിട്ടിലോളാമ്പി എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. പുതിയ തലമുറ വന്ന് കാണുന്നതാണ്, അവർ ചോദിക്കും ഇതെന്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇന്ന് യൂസിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെയാണ് ഇതിലിങ്ങനെ ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രമീകരിക്കുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നു? അതുമായിട്ട് അതായത് ഞാൻ ചെറുപ്പം മുതലേ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പാഷൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദീസ്. വേറെ നമുക്ക് എൻ്റെ ഏറ്റവും ഒരു ഹോബി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഐ ആം സ്പെൻഡിങ് മൈ ടൈം ഇൻ എ നൈസ് മാനർ. ഓക്കെ, താങ്ക് യു.